നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുവാനുള്ള അവസരം ലഭിക്കാറുണ്ട്. ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കരിക്കകത്തമ്മയുടെ മുൻപിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാനിവിടെ എത്തി നിൽക്കുന്നത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് പിച്ചവച്ച് നടക്കുന്ന കാലം മുതൽ തന്നെ കഴിയുന്നത്ര സമയങ്ങളിൽ ദിവസങ്ങളിൽ കരിക്കകം ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് കരിക്കകം ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തങ്ങളുടെ കാര്യങ്ങൾ അത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരുടെ സാന്നിധ്യം കൊണ്ടും മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്ന, കൃത്യമായിട്ട് അതിനെ പരിപാലിച്ചു പോകുന്ന ഭക്തജനങ്ങളുടെ കൂട്ടായ്മയൊക്കെ അടങ്ങുന്ന ക്ഷേത്രമാണിത്. തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയങ്ങളുടെ പ്രസക്തിയും അവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ ബാഹുല്യവുമൊക്കെ തന്നെ വർദ്ധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പ് വർദ്ധിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പാറശാലയിലേക്കൊന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 6-7 മാസക്കാലം ക്ഷേത്ര ഉത്സവങ്ങൾ, ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് കേരളം സജീവമാണ്. കർണാടകത്തിൻ്റെ ബോർഡറിലേക്ക്, അതായത് കാസർഗോഡ് മഞ്ചേശ്വരം ബോർഡർ ഷെയർ ചെയ്യുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആചാരങ്ങൾക്ക് ഇവിടെ നിന്നും തികച്ചും വ്യത്യസ്തതയുണ്ട്. തെയ്യവും അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് അവിടെ. ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ കുറേ കൂടി തീവ്രമാണ്. ഈ കണ്ണൂരിൻ്റെ ബോർഡർ കഴിയുമ്പോൾ തെയ്യമൊക്കെ കഴിഞ്ഞിട്ട് കോഴിക്കോട് മലപ്പുറമൊക്കെ ആകുമ്പോഴേക്കും വ്യത്യാസം വരുന്നുണ്ട്. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ആന എഴുന്നള്ളത്തിനൊക്കെയാണ് അവിടെ പ്രാധാന്യം. അതങ്ങനെ വ്യത്യാസം വന്ന് കൊല്ലം ഒക്കെ മധ്യ കേരളമൊക്കെ ആകുമ്പോഴേക്കും കുതിരയെ വഹിച്ചുകൊണ്ട് പോവുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളാണെങ്കിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും കൊല്ലത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും മാറുകയാണ്. നമ്മുടെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കൊല്ലങ്കോട് ക്ഷേത്രത്തിലും അതുപോടൊപ്പം തന്നെ മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു. ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങൾ കൊണ്ട് ദൃഢമാണ് നമ്മുടെ ക്ഷേത്രം, നമ്മുടെ രാജ്യം. ഈ ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഇവിടെ നമ്മളൊക്കെ തന്നെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ ഇടയിൽ നമ്മളൊന്നും അറിയാത്ത തരത്തിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. അതൊരു പക്ഷേ തൊട്ട് കാണിക്കുവാനോ വരച്ചു കാട്ടിക്കുവാനോ അത് എഴുതി കാണിക്കുവാനൊന്നും സാധിക്കില്ല. പക്ഷേ അതിലപ്പുറം ഒരു ധാര സജീവമാവുന്നുണ്ട്, ഒരു അന്തർധാര സജീവമാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാഷ്ട്രം. ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിനെ ഭരണഘടനയും ഈ ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഈ ഒരു ബോണ്ടിങ് ആണ്. അതാണ് നൂറ്റാണ്ടുകളോളം വിദേശികർ നമ്മുടെ രാജ്യത്തെ ഭരിച്ചുവെങ്കിലും ഈ രാഷ്ട്രം തളരാതെ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാധനാലയങ്ങളിൽ ജനങ്ങളുടെ വരവും അതോടൊപ്പം തന്നെ അവിടെ പ്രതീക്ഷയും വർദ്ധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ കരുത്ത് കൂടുന്നതായിട്ടാണ്. ഇപ്പോൾ ഇവിടെ സെക്രട്ടറി പറഞ്ഞു, ഗ്യാസിൻ്റെ ഷോർട്ടേജ് നമ്മുടെ യുദ്ധം ഒരു റിയാലിറ്റിയാണ്, ഒരു വസ്തുതയാണ്. ഇപ്പോൾ കോവിഡ് വന്നതുപോലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും അത് ബാധിക്കും. ആ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. നിരവധി ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ക്ഷേത്രോത്സവമൊക്കെ നടക്കുന്നത് കൊണ്ട് നിരവധി ക്ഷേത്രങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സമയത്ത് സിലിണ്ടർ വേണം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എല്ലാ ദിവസവും ഉണ്ണിയപ്പം നിവേദ്യമുണ്ട്, അവിടെ നിന്ന് ബന്ധപ്പെട്ടിരുന്നു. പഴഞ്ചർ ക്ഷേത്രത്തിൽ കുറേ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് ഈ കരിക്കകം ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കത്ത് ലഭിച്ചിരുന്നു. കുറേ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് സജീവമായി ഇടപെട്ട് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഗ്യാസ് പൈപ്പ് ലൈൻ വളരെ സജീവമാക്കി അത് കുറേ കൂടി മുൻപ് തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നഗരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഷോർട്ടേജ് ഉണ്ടാകുമായിരുന്നില്ല. അത് വളരെ സജീവമാക്കിയതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രശ്നവും പ്രതിസന്ധിയും പരിഹരിക്കാൻ സാധിച്ചു. കരിക്കകം ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ്
ഈ ആറ്റുകാൽ ക്ഷേത്രോത്സവവും കരിക്കൽ ക്ഷേത്രോത്സവത്തിലൊക്കെ തന്നെ കോർപ്പറേഷൻ ഇടപെടുന്നത്. ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ യോഗം ചേർന്നു. അതിനുശേഷം ഞങ്ങൾ കോർപ്പറേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും വിളിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളുമൊക്കെ തന്നെ വിലയിരുത്തുന്ന യോഗങ്ങൾ ചേരുകയുണ്ട്. അതിന് വളരെ മുമ്പ് തന്നെ ഈ വാർഡിൻ്റെ കൗൺസിലർ ഇവിടുത്തെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചും അതിനെ നവീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കത്ത് സമർപ്പിച്ചിരുന്നു. വളരെ സജീവമായിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഉത്സവത്തെ പ്രശസ്തി നിലനിർത്തുവാനും വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി. തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും ഓരോ നിമിഷവും അഭിമാനം നൽകുന്ന സംസാരവും പ്രവൃത്തിയും വളരെ ശക്തമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോഴും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സാന്നിധ്യം. ഞാനൊരു ദിവസം ടാഗോർ തിയേറ്ററിൽ ഞാനിപ്പോൾ സാറിൻ്റെ ചോദിക്കുകയായിരുന്നു. ടാഗോർ തിയേറ്ററിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കുറച്ച് വിശദമായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. 18ാമത്തെ വയസ്സിൽ ആകാശവാണിക്ക് വേണ്ടി കവിത എഴുതിക്കൊണ്ടാണ് തമ്പി സാറ് അദ്ദേഹം ഈ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതെന്നാണ് അദ്ദേഹം അന്നവിടെ പ്രസംഗത്തിൽ പറഞ്ഞു വച്ചത്. തീർച്ചയായിട്ടും തമ്പി സാറിനെ കരിക്കത്തമ്മ പുരസ്കാരം നൽകുവാൻ വേണ്ടി ഇവിടെ സാർ എത്തുമ്പോഴേക്കും നമ്മളെല്ലാ പേരും തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മളൊക്കെ തന്നെ വളരെ സന്തോഷവാന്മാരുകയാണ്.